ഇന്നാണെങ്കിലേ മക്കൾക്കും ചേട്ടനും എല്ലാം ഓണം സെലിബ്രേഷനാണ്. ഓഫീസിലും സ്കൂളിലും ഒക്കെ. അത് കാരണം ഉച്ചയ്ക്കുണ്ണാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് തലേന്നത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, അതങ്ങ് തിളപ്പിച്ചൂറ്റാണേ. അത് ഗ്യാസിൽ വെച്ചങ്ങ് തിളപ്പിച്ചൂറ്റാവുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ അടുപ്പ് കത്തിച്ചത് എനിക്ക് 2-3 ചട്ടി മയക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുപ്പിനകത്താണ് സാധാരണ ഞാൻ ചട്ടി മയക്കി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ തിളപ്പിച്ചൂറ്റാനുള്ള ചോറൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കലത്തിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ അടുപ്പിനകത്തോട്ട് തന്നെ ഇതിൻ്റെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇച്ചിരി റേഷനരി, ഒരു പിടി റേഷനരിയും കൂടെ കഴുകി അതിനകത്തിട്ട് വേവിച്ച് ചട്ടി ഒന്ന് മയക്കിയെടുക്കാം. സാധാരണ ഞാൻ കഞ്ഞിവെള്ളം ഇട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലല്ലോ, അത് തിളപ്പിച്ച വെള്ളത്തിനകത്ത് ചോറിൻ്റെ അംശം കാണത്തില്ലല്ലോ. അത് കാരണം ഞാൻ വിചാരിച്ച് ഇച്ചിരി അരി അങ്ങോട്ട് കഴുകിയിട്ട് കൊടുക്കാമെന്നേ. അങ്ങനെ ഇന്നലെ രാത്രിയിലാണെങ്കിൽ എൻ്റെ മിക്സിയുടെ ബ്ലേഡ് അങ്ങ് ഒടിഞ്ഞു പോയി. അത് ശരിയാക്കാൻ കൊണ്ട് കൊടുത്തിട്ട് ശരിയാക്കി കിട്ടിയില്ല കേട്ടോ. അങ്ങനെ എന്നെ കല്ലിലങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ച്. ചമ്മന്തിയാണ് ഇന്ന് അരച്ചെടുക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ ഇനി വേറെ കറികളൊന്നും ഉണ്ടാക്കി എനിക്ക് ഭയങ്കര മടിയാണ്. നമുക്ക് ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര മടിയല്ലേ ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ കല്ലിൽ ചമ്മന്തിയൊക്കെ അരച്ചെടുത്ത് കയ്യോടെ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി അങ്ങ് ഇട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ചോറും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റിയിട്ടിട്ട് ആ ചട്ടി ഒരെണ്ണം എടുത്ത് മയക്കാം. 3 ചട്ടി വാങ്ങിച്ച് കേട്ടോ. ഒരടപ്പ് ചട്ടിയും വാങ്ങിച്ച്, പിന്നെ 3 ചട്ടികളും വാങ്ങിച്ച്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് മയക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരെണ്ണം അങ്ങ് അടുപ്പത്ത് വെച്ച്. പിന്നെ എനിക്ക് 2-3 മീൻ ഇരിപ്പുണ്ടായിരുന്നു. അതുകൂടെ അങ്ങ് വറക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം കുരുമുളക് പൊടിയില്ല. പിന്നെ ഞാൻ കല്ലിലിട്ട് ഇടിച്ചാണ് പൊടിയാക്കിയത്. മിക്സിയുടെ ജാറില്ലാത്തതുകൊണ്ട് കുറച്ച് ഇതിന് മാത്രം ഞാൻ ചതച്ചെടുത്ത്. മീനൊക്കെ നന്നായിട്ട് വരഞ്ഞ് അരപ്പൊക്കെ തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണേ. ആ സമയത്ത് ഞാനാണെങ്കിൽ കുറച്ച് നാരങ്ങ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നേ. ഓണത്തിനേക്ക് അച്ചാറിട്ട് വെക്കാൻ. അതൊക്കെ കഴുകി അങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ച് ആവിയിൽ വേവിച്ചാണ് ഞാൻ അച്ചാറിടുന്നത്. നാരങ്ങ അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ ഒരാഴ്ച മുമ്പേ ഇട്ട് വെച്ചാലേ അതൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. അത് കാരണം ഞാൻ കൈയോടെ നാരങ്ങയെല്ലാം അങ്ങ് പുഴുങ്ങാനും വെച്ച് ഇപ്പുറത്തെ അടുപ്പിൽ മീൻ വറക്കാനും വെച്ച്. അത് പൊട്ടിപ്പോവരുത്. നാരങ്ങ നമ്മൾ പുഴുങ്ങാൻ വെക്കുമ്പോഴേ ഒരുപാട് നേരം ഇട്ട് അങ്ങ് വേവിച്ച് പൊട്ടിപ്പോവരുതേ. പിന്നെ കുറച്ച് പാത്രം കിടന്ന് കഴുകിക്കൊണ്ടിരുന്നപ്പം ഗേറ്റിൻ്റെക്ക് ആരോ വന്ന് നിന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ചെന്ന് നോക്കി. ഒരു ഭിക്ഷയ്ക്ക് വന്ന ആളായിരുന്നു. പിന്നെ അവർക്ക് ഭിക്ഷയൊക്കെ കൊടുത്തിട്ട് ബാക്കി പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കിയപ്പോഴത്തേക്ക് മീനെല്ലാം തിരിച്ചിടാറായിരുന്നു. അങ്ങനെ പിന്നെ മീനെല്ലാം തിരിച്ചിട്ടപ്പോഴത്തേക്ക് നാരങ്ങയും വെന്ത് കിട്ടി. അതൊന്ന് ചൂടാറണം. ഇനി അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണേ. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി നാരങ്ങ ചൂടാറിയപ്പോൾ അതും അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്. ഇന്നത്തെ പണി ഇത്രയൊക്കെ ഉള്ളായിരുന്നേ. എൻ്റെ ഊണും റെഡി ആയിട്ടുണ്ട്.